ഹലോ ഗെയ്സ്, ബ്രോക്കച്ചും പാക്കേജ് ആൻഡ് മൂവീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മരട്ടിലാണ്. മരട്ടിൽ നിന്നാണ് നമ്മളിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മരട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് മരട് വെടിക്കെട്ടാണ്. അതേപോലെ ഒരു വെടിക്കെട്ട് വർക്കിനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂടെയുള്ള വണ്ടി ഇന്ന് ഏഷ്യറിലാണ് നമുക്കിന്ന് ഉള്ളത് കേട്ടോ. ഒരു 14 ഫീറ്റിൻ്റെ വണ്ടിയാണ്. നമ്മുടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു വണ്ടിയും കൂടിയാണ് ഈ ഏഷ്യർ കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് 4 പേരുണ്ടെന്ന് വർക്കിന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ മരട്ടിൽ നിന്ന് വർക്ക് എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുന്നത് തേവരയാണ് അൺലോഡിങ് വരുന്നത്. ഗാലക്സിയിലാട്ടോ അൺലോഡിങ്, ഫ്ലാറ്റാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ വലിയ വണ്ടി അകത്തേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതായത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഫ്രണ്ടിലേക്ക് ഫ്ലാറ്റിൻ്റെ ഒത്തിരി ഇതൊക്കെ ഉള്ളതുകൊണ്ട് അകത്തേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടു നമ്മുടെ ഡ്രൈവർ കേട്ടോ. പുള്ളി വളരെയധികം കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ആട്ടി ഓടിച്ചൊക്കെയാണ് അകത്തേക്ക് കയറി. കാരണം ഒട്ടും ഗ്യാപ്പ്, വലിയ വണ്ടിക്കാണ്. ചെറിയ വണ്ടിക്ക് ഈസി ആയിട്ട് കയറി പോകും, പിക്കപ്പ് അങ്ങനെയുള്ള വണ്ടികൾക്ക് ഈസി ആയിട്ട് കയറി പോകും. ഇങ്ങനത്തെ വലിയ വണ്ടിക്ക് വരാൻ ഇത്തിരി പാടാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ പുറത്തിട്ട് അൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, എന്നാലും നമ്മളത് മാക്സിമം അകത്തേക്ക് കയറ്റാൻ നോക്കി, കാരണം ആ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം വളരെ നമ്മൾ സ്മൂത്തായിട്ട് തന്നെ കാര്യം നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലും നമ്മുടെ വർക്കുകൾ വരുന്നത് എറണാകുളം ഏരിയയിലാണ്. അതായത് എറണാകുളം ലോക്കൽ ഏരിയകളിലാണ് നമ്മൾ കൂടുതലും വർക്ക് വരുന്നത്. കേരളത്തിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല പുറത്തും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിന് പുറത്തും ബാംഗ്ലൂർ, ചെന്നൈ, പിന്നെ അതർ സ്റ്റേറ്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വർക്ക് ലോക്കലായിരുന്നു. ഇന്ന് വേറെ ഉള്ള വർക്കുള്ളത് നമുക്ക് ലോക്കൽ തന്നെയായിരുന്നു, ലോങ് ആയിരുന്നില്ല, അടുത്ത് തന്നെയായിരുന്നു ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ അൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടിലൊക്കെ കസ്റ്റമർ തന്നെ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടീം ഉണ്ടെങ്കിലും ഇന്നത്തെ വർക്കിലെ കസ്റ്റമർ തന്നെ ആ കട്ടിൽ നമ്മൾ ഡിസ്മാൻഡിൽ ആൾ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ തന്നെ കട്ടിലൊക്കെ നമ്മൾ തന്നെ അഴിച്ച് നമ്മൾ തന്നെ റീഫിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ AC കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ തന്നെ അഴിച്ചത് നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ ആൾ തന്നെ ചെയ്ത് വെച്ച് ബോക്സസ് ഒക്കെ പുള്ളി തന്നെ പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. നമുക്ക് പാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെന്നിട്ട് ഈ സംഭവം വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ആ ഫ്രിഡ്ജൊക്കെ നമ്മൾ പാക്ക് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,